ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സർദോസി വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സർദോസി വേണം. ഞാനിപ്പോൾ 2 ടൈപ്പ് സർദോസി എടുത്തിട്ടുണ്ട്. ഒന്ന് കുറച്ച് സൈസ് കൂടിയതും പിന്നെ ഇതുപോലത്തെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർദോസിയും. പിന്നെ നമുക്ക് ചെറിയ ടൈപ്പ് ബീഡ്സ് വേണം. ഇത്രയാണ് നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയലാണ്. ഇതിന് ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു ക്യാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ സർദോസി വെച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് സ്പൈഡർ വീൽ ഫ്ലവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റൗണ്ടിനെ ഒരു 5 പാർട്ടാക്കിയിട്ട് തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോർമലായിട്ടുള്ളൊരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ നടുക്കുന്ന ഇതേപോലെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഇതിനൊരു 5 പാർട്ടാക്കിയിട്ട് തിരിച്ചു കൊടുക്കാം. ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഒറ്റസംഖ്യയായിട്ട് എടുക്കാൻ നോക്കുക. അതായത് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പാർട്ട്, അതായത് 3, 5, 7 അങ്ങനെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴായിരിക്കും നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ഫ്ലവർ കിട്ടുന്നത്. അതിങ്ങനെ 5 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ കെട്ടിയിട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ഈ ത്രെഡ് കുറച്ചൊരു കട്ടിയുള്ള ടൈപ്പ് ആയതുകൊണ്ട് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നടുക്കുന്ന ഇതുപോലെ കുത്തിയെടുത്തിട്ട് നമ്മൾ ഓരോന്നിൻ്റെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഒരു നൂലിൻ്റെ മേൽഭാഗത്തൂടെ എടുത്തിട്ട് അടുത്തതിൻ്റെ താഴ്ഭാഗത്തൂടെ ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൂചിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ കോർത്തെടുത്താൽ മതിയാവും. കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു നൂലിൻ്റെ മേൽഭാഗത്തുകൂടെ എടുത്തിട്ട് അടുത്ത നൂലിൻ്റെ താഴത്തൂടെ ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കുക. പിന്നെ അടുത്തത് മേലെ, പിന്നെ താഴെ, അങ്ങനെ നമുക്ക് വിട്ട് വിട്ട് മാറി മാറി ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലവർ എവിടെയാണ്, എത്ര വരെ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടില്ല ആ ഒരു നൂലുണ്ടല്ലോ, അത് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് വരെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ വരെ നമ്മൾ ചെയ്തിട്ട് ഇനി ഇതേപോലെ ഒന്ന് താഴേക്ക് തുന്നി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ താഴെ ഇങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത്. കണ്ടില്ലേ, നമ്മൾ ആ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ആ ഒരു സ്റ്റിച്ച് മാത്രമേ തുണിയിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു നൂല് നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് ഒരു 1 2 കെട്ടിയിട്ടിട്ട് കൊടുത്താൽ മതി. ഒരുപാട് വലിച്ചു വിടരുത്, കാരണം നമ്മൾ മേലെ കൊടുത്തിട്ടുള്ള റൗണ്ട്സൊക്കെ ഒന്ന് ഉടഞ്ഞു പോകും.
അപ്പോൾ അതിങ്ങനെ നമുക്ക് നല്ല ഭംഗിയിലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ സർദോസി വർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു വലിയ ടൈപ്പ് സർദോസി ഉണ്ടല്ലോ, അത് ഞാൻ 1.5 ഇഞ്ച് നീളത്തിലും അടുത്തതൊരു 1 ഇഞ്ച് നീളത്തിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ടൈപ്പ് സർദോസി ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ നീളത്തിലും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോർമൽ സൂചി നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് എങ്ങനെയത് ആദ്യം ചെയ്യുന്നതെന്ന് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചിൻ്റെ സർദോസിയാണ്. അത് വെച്ചിട്ട് ഇതേപോലെ തുന്നി കൊടുക്കുക. നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ തുന്നിയിട്ട് അതിന് നടുക്ക് ചെറിയ ചെറിയ ഓരോ സ്റ്റിച്ചുകൾ കൊടുക്കുക. കാരണം ആ ഒരു സർദോസി കറക്റ്റ് നിൽക്കാനായിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു സർദോസി ഇവിടെ തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ നേരത്തെ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സർദോസി ഇതിൻ്റെ 2 വശത്തുമായിട്ട് തുന്നി കൊടുക്കുക. അതും നമുക്ക് എവിടെയാണോ അതിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് വരുന്നത് അവിടെ നമുക്കിതുപോലെ തുന്നി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ 1.5 ഇഞ്ചിൻ്റെ സർദോസി വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു ഭാഗത്ത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ 1 ഇഞ്ചിൻ്റെ നീളത്തിൽ, അത് ഓപ്പോസിറ്റ് സൈഡിലും തുന്നി കൊടുക്കണം. ഇനി ഇതിൻ്റെ എല്ലാം തുഞ്ചത്തായിട്ട് നമ്മൾ ആ ഒരു വൈറ്റ് കളർ ബീഡ് തുന്നി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഫ്ലവറിൻ്റെ നടുക്കും ആ ഒരു ബീഡ് തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു ഫ്ലവർ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡിലും ഞാൻ സർദോസി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നീളം കുറച്ച് കൂടുതലും മറ്റു സൈഡ് നീളം കുറച്ച് കുറവായിരിക്കും. അതായത് 1.5 ഇഞ്ചിൻ്റെ സർദോസിയാണ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് 1 ഇഞ്ചിൻ്റെ സർദോസിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ ഫ്ലവേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നെക്കിൻ്റെ ഒരു പോർഷനിൽ മാത്രമേ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇതേ ഡിസൈൻ നമുക്ക് സ്ലീവിലൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു ബീഡ് തന്നെ ഈ ഫ്ലവറിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ഇനി ഷുഗർ ബീഡ്സോ അതല്ല വേറെ ഏതെങ്കിലും കളേഴ്സ് ബീഡ്സൊക്കെ ആണെങ്കിൽ അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് കളർ ഷോളൊക്കെ
നന്നായിട്ട് മാച്ചാവും. പിന്നെ ഗോൾഡൻ കളറാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.